അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെരുന്നാളെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലും ഇപ്പം ബീഫ് ഉണ്ടാവും. അപ്പോൾ കുറേ ആൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിന് ബീഫ് മന്തിൻ്റെ റെസിപ്പി കാണിക്കുക ഒരു ഫാനാണ്. ഞാൻ എൻ്റെ വ്ളോഗ്സിലെല്ലാം മന്തിൻ്റെയും ബീഫ് മന്തിൻ്റെയും ചിക്കൻ മന്തിൻ്റെയും മട്ടൻ മന്തിൻ്റെ എല്ലാം റെസിപ്പി കാണിച്ചിട്ടുണ്ടായിന്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിലെ റൈസും ബീഫെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൈസും പിന്നെന്താ ഈ ഒരു ബീഫ് നല്ല ജ്യൂസി ആയിട്ട് നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലെ മസാലയും എല്ലാം വേറെ തന്നെ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. ഈ ഒരു മന്തി റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാൻ ആദ്യം മന്തി മസാല റെഡിയാക്കലാണ്. ഞാനിതാ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണിലും കുറച്ച് കുറവ് ക്യുമിൻ സീഡ്, ചെറിയ ജീരകയില്ലേ അത് പൊടിച്ചതും ഫെനൽ സീഡ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ തന്നെ ഫെനൽ സീഡ് പൊടിച്ചതും വലിയ ജീരകം പൊടിച്ചത് കേട്ടോ. ഇനി 1 ടീസ്പൂണ് ഗരം മസാല പൗഡറും 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ കുക്കാക്കിയെടുക്കുക. ഒന്ന് മസാല ചൂടാക്കിയെടുക്കുക കേട്ടോ. കരിഞ്ഞു പോകാണ്ടിരിക്കാനും ശ്രദ്ധിക്കുക. ഇതിങ്ങനെ മുഴുവൻ മല്ലി മുളക് ജീരകം വെച്ച് ചെയ്തെടുക്കുക. പക്ഷേ അത് നമുക്ക് പൊടിച്ചെടുക്കേണ്ടി വരില്ലേ. ഇതാകുമ്പം സിമ്പിളാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് മന്തി റെഡിയാവും. നല്ലൊരു സ്മെല്ല് വരുമ്പം തീ ഓഫ് ചെയ്യാം. അപ്പം മന്തി മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ 1.5 കിലോ ബീഫ് കുറച്ച് വലിയ പീസായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്. 1 കിലോനായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനിതിലേക്കുള്ള 3 മീഡിയം സൈസിലുള്ള തക്കാളി, മീഡിയം സൈസിലുള്ള 3 ഉള്ളി, 2 ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സില്ലേ അത്, പിന്നെ ഒരു 1.5 വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ടാക്കിയതും, പിന്നെ 2 ഡ്രൈ ലെമണും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എടുത്തിട്ടുണ്ട്. 2 ഡ്രൈ ലെമണും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. 1 കൈപ്പിട നിറയെ പുതിനയില, 1/2 കൈപ്പിട നിറയെ മല്ലിയില, 10 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും ചെറുതായിട്ട് കട്ടാക്കിയതും, 5 പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം 1.5 ക്യാപ്സിക്കം എടുക്കാൻ കാര്യം ഞാൻ 1.5 കിലോ ബീഫെല്ലാം എടുത്തത്. 1 കിലോ ബീഫാണെങ്കിൽ 2 തക്കാളി, 2 ഉള്ളി, 1 വലിയ ക്യാപ്സിക്കം എടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് അളവ് മാറ്റം വരുത്തൊന്നും വേണ്ട, ഇത് കറക്റ്റ് അളവ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കില്ലേ 1/2 കപ്പും ഓയിൽ വേണം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മന്തി മസാലയില്ലേ അത് ചേർത്ത് കൊടുക്കുക. അത് ഞാനിപ്പം 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മന്തി മസാലയിലെ ഫുള്ളായിട്ട് ഇതിലേക്ക് വേണം. റൈസിലേക്കെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കാണിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ സ്റ്റോക്കില്ലേ അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്കില്ലേ അവസാനമായിട്ട് 1-1.5 ടേബിൾ സ്പൂണോ സുർക്ക ചേർത്ത് കൊടുക്കണം. എന്നാലാണ് ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇതാ 1.5 ടേബിൾ സ്പൂണ് വിനെഗറും കൂടി ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് കുക്കർ വിസിലയിപ്പിക്കുക. ബീഫ് നല്ലോണം സോഫ്റ്റായിട്ട് കുക്കാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക മന്തി. അതുകൊണ്ട് തന്നെ ഒരു 8 വിസിൽ വരെയെങ്കിലും നിങ്ങൾ കുക്കാക്കി എടുക്കുക കേട്ടോ. അപ്പം ഞാൻ അത് കുക്കാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ റൈസ് 1.5 കിലോന് അരി എടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1.5 കപ്പ്. ഏത് മന്തി റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല. 1.5 കപ്പല്ല, 1.5 കിലോ അരി എടുത്തിട്ടുണ്ട്. 1 കിലോ ആണെങ്കിലും കുഴപ്പമില്ല, 1 കിലോ ബീഫാണെങ്കിലും കുഴപ്പമില്ല. മസാലപ്പൊടി നമ്മൾ ഉണ്ടാക്കൂലേ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചാൽ മതി. വേറെ ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതാ വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കില്ലേ 1 പട്ട, 6 കറാമ്പ് 2 കറാമ്പ്, 6 ഏലക്ക, ബേ ലീഫ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ ഊറ്റിയെടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്കില്ലേ നമ്മൾ കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച അരി ആദ്യം കഴുകുക. എന്നിട്ട് ഒന്ന് 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ഊറ്റിയെടുത്ത അരിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ റൈസിലെ ഒരു 90% വെന്ത മതി കേട്ടോ. ഫുള്ളായിട്ട് കുക്കാണ്ട. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലെ വെള്ളം ഊറ്റിയെടുക്കാം. പിന്നെ വെള്ളം തിളക്കുന്ന ടൈമിൽ വേണം കേട്ടോ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. ഞാൻ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ 8 വിസിൽ വരെ നമ്മുടെ ബീഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം കുക്കാകുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 7-6 വിസിലിൽ തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ മന്തിയെല്ലാം ആകുമ്പില്ലേ
കുറച്ചുകൂടി ബീഫ് നല്ല ജ്യൂസി ആയിട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു 8 വിസിൽ വരെ കുക്കാക്കി എടുക്കണം. ഞാനിതാ ഒരു വലിയ പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ബീഫും മസാലയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. ഇതിലെ വെള്ളം മൊത്തത്തിൽ വറ്റിയിട്ടില്ലേ, ഇതിലെ ഓയിൽ ഒന്ന് പുറത്ത് വരണം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഓയിൽ പുറത്തേക്ക് വരൂലേ. അപ്പോൾ ഇതാ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്, ഓയിലെല്ലാം നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിൽ നിന്നും കുറച്ച് ഓയിലില്ലേ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. കാര്യം നമ്മളിത് ദം ചെയ്യുമ്പം റൈസിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൽ ഓയിൽ മാത്രമല്ല കുറച്ച് മസാലയും എല്ലാം ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക, പുട്ട് വയ്ക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടോട്ടലി നമ്മൾ ഒരു 1/4 കപ്പോളം ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ ഒരു റൈസിൽ നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ റൈസിന് മുകളിലായിട്ട് ഈ ഒരു മസാല എല്ലാം വരുമ്പോൾ ആണ് നമ്മുടെ മന്തി പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഓയിലെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്, കുറച്ച് മസാലയും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ആദ്യത്തെ ലെയറായിട്ട് ഞാൻ റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ബീഫ് കുക്കാക്കിയിട്ട് ഒരു 5-6 വിസിലായി കഴിഞ്ഞാൽ മാത്രം റൈസ് കുക്കാക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ റൈസ് ഒന്ന് നല്ലോണം വെന്ത് പോവും. ഇരുന്നിട്ട് എന്താ പറയുക, ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലായിപ്പോൾ. ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യില്ല, നമ്മൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. എന്നാലും ബീഫ് കുക്കായ ശേഷം മാത്രം റൈസ് കുക്കാക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യത്തെ ലെയർ റൈസ് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിന് മുകളിൽ ആ ഒരു ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മന്തി മസാലയില്ലേ അതിട്ട് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ആണ് കേട്ടോ ഈ ഒരു മന്തി മസാലയ്ക്ക്. ട്രൈ ആക്കാത്തവരാണെങ്കിൽ ട്രൈ ആക്കിക്കോ, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. എന്നിട്ട് അടുത്ത ലെയറായിട്ട് വീണ്ടും റൈസ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്തി മസാല റെഡിയാക്കുമ്പോഴേ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, ഒരു 4-5 വറ്റൽ മുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, ക്യുമിൻ സീഡ്, ഫെനൽ സീഡ്, പിന്നെന്താ കുരുമുളക്, അതെല്ലാം മുഴുവനായിട്ട് ചേർത്തിട്ട് വറുത്തിട്ട് പൊടിച്ചിട്ടും ചെയ്തെടുക്കുക. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടികളുണ്ടെങ്കിൽ പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. പൊടികളാകുമ്പോൾ നമുക്ക് ഈസി അല്ലേ, മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇതാകുമ്പോൾ നമുക്ക് മന്തി മസാല റെഡിയാക്കണമല്ലോ, പുറത്തുനിന്ന് വാങ്ങണമല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പുറത്തുനിന്ന് വാങ്ങുന്നതിലും നല്ലൊരു എന്താ പറയുക സ്മെല്ലും ഫ്ലേവറിലുള്ള ഒരു മന്തി മസാലയാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഇതാ രണ്ടാമത്തെ ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുത്തു, ആ ഒരു മസാല ഇട്ട് കൊടുത്തു, പിന്നെ മന്തി മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാൻ പച്ചമുളക് വെച്ച് കൊടുക്കലാണ്. കുറച്ച് വലിയ സൈസ് പച്ചമുളകെല്ലാം വെച്ച് കൊടുക്കുക. എന്നിട്ട് കനൽ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു ഡ്രൈ ലെമണും കൂടി മുകളിലായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക. 10 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. 30 മിനിറ്റ് ആകുമ്പോൾ പെർഫെക്റ്റായിട്ട് ഒരു ദമ്മായിട്ട് വരും. അപ്പോൾ ഇതാ ഞാനൊരു 30 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, ആദ്യം റൈസ് ഒന്ന് മാറ്റി കൊടുക്കുക. അടിയിലല്ലേ നമ്മുടെ ബീഫിൻ്റെ പീസും മസാലയിലുള്ള, അപ്പം മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇത് ആദ്യം ഞാൻ ആ ഒരു വൈറ്റ് റൈസ് മൊത്തത്തിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടിയിലുള്ള ആ ഒരു മസാല മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കലാണ്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. നിങ്ങളിതുവരെ ബീഫ് മന്തി ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. ഞാൻ ഇതുപോലെ ഒരുപാട് ബീഫിൻ്റെ റൈസിൻ്റെ റെസിപ്പി അഗ്നി പുലാവ് എന്നെല്ലാം പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിന്. ഒരുപാട് പേരുണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്. അതുപോലെ തന്നെ നിങ്ങളെന്തായാലും ഈ ഒരു റെസിപ്പി ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന അത്ര അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റൂലേ, അധികം വയറ്റലും കാര്യങ്ങളൊന്നുമില്ല. കുക്കറിലേക്ക് എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുക, റൈസ് ഒന്ന് വേവിക്കുക, ദം ചെയ്തെടുക്കുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. വീട്ടിൽ ബീഫെല്ലാം ഉണ്ടാവില്ലേ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം എല്ലാം കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മുകളിലുള്ള ഒരു വൈറ്റ് റൈസിൻ്റെ ഭാഗം എന്താ പറയുക റൈസും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സ്മെല്ലും എന്താ പറയുക അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ്. ഇനിയിപ്പോൾ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇത് എന്താ പറയുക സെർവ് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. പിന്നെ ബീഫ് മന്തി ഉണ്ടാക്കുമ്പം വലിയ പീസെല്ലാം ആക്കിയിട്ട് കട്ടാക്കിയിട്ട് ബീഫെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി, കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. ഞാനിപ്പം ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ചെയ്തെടുത്തത്. പിന്നെ റൈസ് കുക്കാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 90% മാത്രം കുക്കാക്കി എടുക്കുക. പിന്നെ വെള്ളം വറ്റിച്ചിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അധികം ആൾക്കാർക്കും വെള്ളം വറ്റിച്ചിട്ട് ചെയ്യുന്നത് അറിയില്ല. ഞാൻ എല്ലാ മന്തിയും വെള്ളം വറ്റിച്ചിട്ടല്ലേ ചെയ്യാം. ഇതിപ്പം വെള്ളം ഊറ്റിയെടുത്തിട്ടാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആക്കുക.
ഇത് പാർട്ടിയിലും പിന്നെ പെരുന്നാളിന് വിശേഷ ദിവസങ്ങളിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വെറുതെ ഉണ്ടാക്കി കൊടുക്കുക. ബീഫല്ലുള്ളതല്ലേ, എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്ക്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ആ ഒരു തക്കാളി ചട്നിയില്ലേ, അതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയല്ലേ. ഞാനിപ്പം കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. 3 തക്കാളി, 1 ഉള്ളി, 3 അല്ലി വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, കുറച്ചധികം മല്ലിയില, കുറച്ച് വിനെഗറും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, ഇതിലെ ബീഫെല്ലാം നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസിയാണ്. നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.